ഇന്ദ്രസ്തദാത്മന പൂജാവിജ്ഞായ വിഹതാം നൃപ ഗോപേഭ്യ കൃഷ്ണനാഥേഭ്യോ നന്ദാദിഭിശ്ച ഗോപസ ഗണം സാംവർത്തകം നാമമേഘാനം ചാന്തകാരിണ ഇന്ദ്രപ്രാചോദയൽ ക്രുദ്ധവാക്യം ചാഹേശമന്യുത അഹോ ശ്രീമതമഹാത്മ്യം ഗോപാനാം കാനനൗകസ കൃഷ്ണം അർത്യമുപാശ്രിതേ ചക്രുഹു ദേവഹേളനം യഥാ ദൃഢൈ കർമ്മമൈ ക്രതുഭിർനാമനൗനിഭൈ വിദ്യാമാന്വീക്ഷികിം ഹിത്വാ തിതീരിഷന്തി ഭവാർണവം വാചാലംബാലിശം സ്തബ്ധമജ്ഞപണ്ഡിതമാനിനം കൃഷ്ണമർത്യമുപാശ്രിത്യ ഗോപാമേ ചക്രുഹു അപ്രിയം യേഷാം ശ്രിയാവലിപ്പദാനാം കൃഷ്ണനാഥമായതാത്മന ധുനുത ശ്രീമതസ്തംഭം വശുനയത സംക്ഷയം അഹം ചൈരാവതം നാഗമാരുഹ്യ അനുവ്രജേ വ്രജം മരുഗണൈർമഹാവീര്യൈ നന്ദഗോഷ്ഠജിഘാംസയാ ശ്രീസുക ഉവാച ഇത്തം മഘവതാജ്ഞപ്രദമേഘ നിർമുക്തബന്ധനാ നന്ദഗോകുലമാസാരൈ പീഡയാമാസുരോജസ വിദ്യോതമാന വിദ്യുദ്ഭിः സ്തനന്തസ്തനയത്നുഭിः തീവ്രൈർമരുദ്ഗണൈർനുന്ന വവൃഷുർജല ശർക്കരാः സ്ഥൂണാസ്ഥൂലവൃഷധാരമുഞ്ജൽസ്വഭ്രേഷ്വഭീക്ഷ്ണശ ജലൗഖൈः പ്ലാവ്യമാനാ ഭൂർണാദൃശ്യത നതോന്നതം അത്യാസാരാദിവാദേന പശവോ ജാതവേപനാः ഗോപാ ഗോപ്യസ്യ ശീതാർത്ഥഗോവിന്ദം ശരണയ്യയുः ശിരസ്തുതാംശകായന പ്രച്ഛാദ്യാസാരപീഡിതാः വേപമാന ഭഗവതപാദമൂലമുപായുः കൃഷ്ണ കൃഷ്ണ മഹാഭാഗത്വനാഥം ഗോകുലം പ്രഭോ ത്രാതുമരിഹസ്യ ദേവാന്ന കുപിതാൽ ഭക്തവത്സല ശിലാവരിഷനിപാതേന ഹന്യമാനമചേതനം നിരീക്ഷ്യ ഭഗവാൻ മേനെ കുപിതേന്ദ്രകൃതം ഹരിഃ അപർത്യത്യുൽപണം വരിഷമതിവാദം ശിലാമയം സ്വയാഗേ വിഹതയസ്മാഭിരിന്ദ്രോ നാശായ വരിഷതി തത്ര പ്രതിവിധിം സമ്യക് ആത്മയോഗേന സാധയേ ലോകേ സമാനിനമൗഢ്യൽ ഹരിഷ്യേ ശ്രീമതം തമഃ നഹി സൽഭാവയുക്താനാം സുരാണാം ഈശവിസ്മയ മത്തോ സദാമാനഭംഗഃ പ്രശമായോപകൽപ്പതേ തസ്മാന്മച്ഛരണം ഗോഷ്ഠം മന്നാഥം മൽപരിഗ്രഹം ഗോപായേ സ്വാത്മയോഗേന സ്വയം മേ വ്രതാഹിത ഇത്യുക്തൈകേന ഹസ്തേന കൃത്വാ ഗോവർദ്ധനാജലം ദധാരലീലയാ കൃഷ്ണഃ ഛത്രാഗമിവ ബാലകഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം അഥാഹ ഭഗവാൻ ഗോപാൻ ഹേംബദാദാവ്രജൗകസ യഥോപജോഷം വിശദഗിരികൃത്തം സഗോധനാः നത്രാസൈഹവകാര്യമധ്യസ്ഥാദ്രിനിപാതനെ വാദവരിഷഭേനാലം തൽത്രാണം ഹിതം ഹിവ തഥാ നിർവിസ്വർഗർത്തം കൃഷ്ണ ആശ്വാസിതമാനസാः യഥാവകാശം സധനാः സവ്രജാ സോപജീവിന ക്ഷുത്രഡ്വ്യഥാം സുഖാപേക്ഷം ഹിത്വാ തൈർവ്രജവാസിഭിः വീക്ഷ്യമാണോ ദധാവദ്രിം സപ്താഹം നാജലൽ പദാൽ കൃഷ്ണയോഗാനുഭാവം തം നിശാമ്യേന്ദ്രോതി വിസ്മിതഃ നിസ്തംഭോ ഭ്രഷ്ടസങ്കൽപ്പഃ സ്വാൻമേഘാൻ സന്യവാരേൽ ഘം വ്യഭ്രമുദിതാദിത്യമാദവരിഷം ച ദാരുണം നിശാമ്യോപരതം ഗോപൻ ഗോവർദ്ധനധരോ ബ്രവീൽ നിർയാദത്യജതത്രാസഗോപാസ്ത്രീധരാർഭകാः ഉപാരതം വാദവരിഷം വിദപ്രായാശ്ച നിമ്നഗാः തതസ്തേ നിരീർഗോപാः സ്വം സമാദായ ഗോധനം ശകടോഢോപകരണം സ്ത്രീപാലസ്ഥവിരാः ശനൈः ഭഗവാനപി തം ശൈലം സ്വസ്ഥാനെ പൂർവവൽ പ്രഭുഃ പശ്യതാം സർവഭൂതാനം സ്ഥാപയാമാസ ലീലയാ തം പ്രേമവേഗാനിഭൃതാവ്രജൗക സ്വയഥാ സമീയുപര്യംഭണാദിഭിः ഗോപ്യസ്യ സസ്നേഹമപൂജയൻ മുദാ ദധ്യക്ഷതാദ്ഭിരുജു സദാശിഷഃ യശോദാരോഹിണി നന്ദോ രാമശ്ച ബലിനാം വര കൃഷ്ണമാലിംഗ്യ യുജുഃ ആശിഷ സ്നേഹകാതരാः ദിവി ദേവഗണാ സാധ്യാः സിദ്ധഗന്ധർവചാരണാः തുഷ്ടുവുഃ മുമുജുസ്തുഷ്ടാः പുഷ്പപരിഷാണി പാർത്ഥിവ ശംഖദുന്ദുഭയോ നേതുഃ ദിവ്യദേവ പ്രണോദിതാः ജഗുർഗന്ധർവപദയസ്തുംബുരു പ്രമുഖാ നൃപ തതോനുരക്തൈഃ പശുപൈഃ പരിശ്രിതോ രാജൻ സഗോഷ്ഠം സബലോ വ്രജദ്ധരിഃ തഥാ വിധാന്യസ്യ കൃതാനി ഗോപികാः ഗായന്ത്യ ഈയുർമുദിതാ ഹൃദി സ്പൃശഃ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ പഞ്ചവിംശോऽധ്യായः സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഭഗവാനെ ഉത്സവം കാണാൻ എന്ന് പറഞ്ഞ് കംസൻ അക്രൂരനെ അയച്ച് മധുരാപുരിയിലേക്ക് കൊണ്ടുവന്നു. മധുരാപുരിയിലുള്ള ഭക്തജനങ്ങളാണെങ്കിലോ 11-12 വർഷമായി ഭഗവാന് കൃഷ്ണൻ അവതരിച്ച നാൾ മുതൽ കൃഷ്ണൻ അവിടെ ചെയ്ത ഗോകുലത്തിൽ ചെയ്ത അത്ഭുത ലീലകളെക്കുറിച്ച് കേട്ട് ആ കണ്ണനെ ഒന്ന് നേരിൽ കാണാൻ എന്നാവുക എന്നിങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. അപ്പോഴാണ് അവരറിഞ്ഞു, അക്രൂരനെ അയച്ചിട്ടുണ്ട് രാമകൃഷ്ണന്മാരെ കൊണ്ടുവരാനെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അക്രൂരൻ വരുമ്പോൾ രാമകൃഷ്ണന്മാരുണ്ടാവുമല്ലോ എന്നിരിച്ച് അവരൊക്കെ ഓരോ വീടും അലങ്കാരം ചെയ്ത് അടിച്ച് തളിച്ച് കോലങ്ങളൊക്കെ ഇട്ട് നിലവിളക്കുകളൊക്കെ കത്തിച്ച് വെച്ച് പഴങ്ങൾ നാളികേരം കൊട്ടിച്ച് വെച്ച് ഭഗവാന് പല നൈവേദ്യങ്ങളൊക്കെ വെച്ച് ഓരോ വീടും അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക. അവർ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ അവരെ ആത്മനാഥനായ ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത്
ഇതാ ഭഗവാൻ തൻ്റെ ഭക്തന്മാരെ കാണാൻ വേണ്ടി ആ അച്ഛനും ബന്ധുജനങ്ങളൊക്കെ വിശ്രമിക്കുന്ന മാളികയെന്ന് കൂട്ടുകാരോടുകൂടി വെളിയിലിറങ്ങി. അങ്ങനെ ഭഗവാൻ ആ മധുരാ പട്ടണത്തിലേക്ക് അകത്തേക്ക് അങ്ങോട്ട് പ്രവേശിച്ചില്ലേ. സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ഭക്തജനങ്ങൾ എങ്ങനെയാണോ വിളക്കൊക്കെ കൊളുത്തി ഭഗവാനെ വരവേൽക്കുക, അതുപോലെ ഈ ഭക്തജനങ്ങൾ ഭഗവാനെ വരവേറ്റു. വേദമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ബ്രാഹ്മണർ, നാമജപങ്ങളെ കൊണ്ട് സാധാരണ ഭക്തജനങ്ങൾ പുഷ്പമെറിയണു, അതുപോലെ അക്ഷതമെറിയണു, അതുപോലെ മാലകൾ അണിയിക്കണു. ഭഗവാന് എന്തെല്ലാം ദിവ്യവസ്തുക്കളാണ് കൊടുക്കണത്. ഭഗവാന്റെ മഹിമകൾ, അപദാനങ്ങൾ ആ മാളിക മുകളിൽ നിന്നുകൊണ്ട് സ്ത്രീകളൊക്കെ പാടിപ്പുകഴ്ത്തുന്നു. ആ ഗോകുലവാസികളുടെ ഭാഗ്യം, ഈ സച്ചിദാനന്ദ സ്വരൂപനെ, ഈ ശ്യാമസുന്ദരനെ, ഈ ത്രൈലോക്യസുന്ദരനെ കാണാനുള്ള ഭാഗ്യം, ഇവിടുത്തെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടായ ഗോകുലവാസികൾ, വൃന്ദാവനവാസികൾ, വ്രജവാസികൾ എത്ര ധന്യര്. നമുക്കിപ്പോഴെങ്കിലും ആ സുന്ദര സ്വരൂപമൊന്ന് കാണാനായില്ലോ എന്നൊക്കെ വിചാരിച്ച് മനസ്സുകൊണ്ട് ആ കൃഷ്ണൻ്റെ രൂപം അവർ ഉള്ളിലേക്കാക്കി ആലിംഗനം ചെയ്ത് പരമാനന്ദ നിർവൃതിയിൽ ആറാടി. ഭഗവാൻ അങ്ങനെ മുന്നോട്ട് പോവുക. അങ്ങനെ പോണ സമയത്ത് ആൾക്കാർക്ക്, ഭഗവാന്റെ വിരോധികളായ ആൾക്കാർക്ക് ഇത് പിടിക്കണില്ല. നാട്ടുകാർ മുഴുവൻ സൽക്കാരം കൊടുക്കല്ലേ, വരവേൽപ്പ് കൊടുക്കല്ലേ. രാജശത്രുവിനെയാണ് കംസൻ കൊണ്ടുപോയി എന്തിനാ കൊല്ലിക്കാൻ വേണ്ടിയിട്ട്, എല്ലാവരെയും മുമ്പിൽ വെച്ച് കൊല്ലിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് കുട്ടികളും ഭഗവാനും മധുരാപട്ടണത്തിലെ കുട്ടികളും എല്ലാവരും കൂടി ആ വലിയ നിറഞ്ഞ രാജവീതിയിലൂടെ അങ്ങനെ നിറഞ്ഞ് പുഴ ഒഴുകും പോലെ അങ്ങനെ നടന്നു പോകുമ്പോൾ എതിരേ വരണു തലയിൽ അലക്കിയ ആ പട്ടാമ്പരങ്ങളും കൊണ്ട് ഒരു വെളുത്തേടൻ തൻ്റെ ഭൃത്യന്മാരോടുകൂടി. അപ്പോൾ ആ വെളുത്തേടൻ മുമ്പിൽ വന്നു. അവനാണെങ്കിലോ കംസപക്ഷപാതിയാണ്, ഒട്ടും ഈ കൃഷ്ണനെ ബഹുമാനിക്കണമെന്നും പൂജിക്കണം പിടിക്കണേ ഇല്ല. അവൻ മുമ്പിൽ വന്ന സമയത്ത് അവനെ അനുഗ്രഹിക്കണം എന്നിരിച്ചു ഭഗവാൻ. ഭഗവാൻ അവനോട് ചോദിച്ചു, എന്താ ഈ കെട്ടിൽ, എന്താ പറഞ്ഞിട്ട്? അല്ല കുട്ടികളല്ലേ, അല്ല പട്ടാമ്പരങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് 1-2 തരാമോ, നിനക്ക് നല്ലത് വരും എന്ന് പറഞ്ഞു. ഉടനെ അവന് വന്നില്ലേ കലി. ഈദൃശാന്യേവ വാസാംസി നിത്യം ഗിരിവനേജരാഹ. ആ കാട്ടിലും മേട്ടിലും ആടിനെയും മാട്ടിനെയും മേച്ചിറക്കണ ഗോപാലപ്പിള്ളേർ മഹാരാജാവിൻ്റെ പട്ടാമ്പരങ്ങൾ എത്ര ചുറ്റുള്ളൂ. ഇനി ഒരു പ്രാവശ്യം കൂടി ചോദിച്ചാൽ ഇതിൻ്റെ ഫലം അനുഭവിപ്പിക്കുന്നെന്ന്. ഇത് പറഞ്ഞപ്പോഴേക്കും ഭഗവാൻ ഫലം കൊടുത്തു. എന്താ, അവൻ്റെ തല നുള്ളി, പൂന്നുള്ള മാതിരി തല നുള്ളി അങ്ങ് ഇട്ടു. ഇത് കണ്ടതോടുകൂടി എല്ലാം കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ കെട്ടുവിട്ടിട്ട് ഓട്ടം. ഇവനൊക്കെ ഒന്നുമില്ലോ, എല്ലാവരും ദിവസം തന്നെ സ്ഥിതി ഇവർക്കും ഇത് തന്നെ അനുഭവം എന്ന് മനസ്സിലായി. അവിടെ ചിന്നി ചെതറി കിടക്കുക. ബലരാമസ്വാമിയും ശ്രീകൃഷ്ണനും പോയിട്ട് മനോഹരമായ ആ ഒരു പട്ടുടുത്തു, ഒരെണ്ണം കൗശയായിട്ടിട്ടു. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇതിങ്ങനെ കിടക്കണ കാണുമ്പോൾ കൃഷ്ണനെമാതിരി ഒരു യൂണിഫോം കിട്ടിയാൽ കൊള്ളാമെന്ന് മോഹം. അപ്പോൾ ഭഗവാൻ മനസ്സിലായി, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായാൽ ഭഗവാൻ അറിയില്ലേ, സാധിപ്പിക്കില്ലേ. ആത്മാർത്ഥമാണെങ്കിൽ ഉടനെ കൃഷ്ണൻ പറയാ, ഇവൻ ഈ പറയണമെന്നും കണക്കാക്കണ്ട, ഇതൊക്കെ എൻ്റെ അമ്മാവൻ്റെ മുതലാണ്, നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ പോയെടുത്തോളിന്ന്. കൃഷ്ണൻ്റെ ആജ്ഞ കിട്ടിയ പിന്നെ കാത്തിരിക്കുക. കുട്ടികളൊക്കെ ഓടിച്ചെന്നു. അവർ ഒരെണ്ണം എടുക്കുക, ഒരെണ്ണം കഴുത്തിലിടുക, എല്ലാവരും മാച്ചിങ്. ഒരു മഞ്ഞപ്പട്ട് കൃഷ്ണൻ അരയിൽ, ഒരു നീലപ്പട്ട് കഴുത്തിലിങ്ങനെ ഔഷായം എല്ലാവരും. ഇത് കണ്ടപ്പോൾ ആ ഒരു തുന്നൽക്കാരൻ അവിടെ, ആ തുന്നൽക്കാരൻ വലിയ ഭക്തനാണ് ഭഗവാന്റെ. അവന് ആ രാമൻ്റെയും കൃഷ്ണൻ്റെയും കുട്ടികൾക്ക് യോജിക്കണതല്ല, അതൊക്കെ ഒന്ന് വെട്ടി പാകത്തിന് നല്ല ചന്തായിട്ടൊക്കെ ഒന്ന് വേഗം തയ്ച്ചു കൊടുത്തു. അവൻ ധാരാളം ഐശ്വര്യങ്ങളൊക്കെ ഭഗവാൻ അനുഗ്രഹം കൊടുത്തിട്ട് പിന്നെ മുന്നോട്ട് പോവുക. അപ്പോഴാണ് അവിടെ ഒരു പൂൺ വാങ്ങിയിട്ട് മാല വെട്ടി വിൽക്കണ ഒരു ഭക്തനുണ്ട്. സുധാമാവെന്ന അവൻ്റെ പേര്. അവനോ 11-12 കൊല്ലമായി ഭഗവാന്റെ പേര് പറഞ്ഞ് മാല ഉണ്ടാക്കി വിൽക്കല. കൃഷ്ണൻ അവതരിച്ച നാൾ മുതൽ ആ ഭഗവാനെ ഒന്ന് കാണണം എന്ന് മോഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തലേ ദിവസം അവനും കേട്ടു നാളെ എന്തായാലും ശ്രീകൃഷ്ണൻ വരും. അതുകൊണ്ട് ദിവസം അവൻ മാല ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യത്തെ മാല ഭഗവാനൊരു പടം വെച്ചിട്ട് അതിൽ ചാർത്തും, ബാക്കിയേ വിൽക്കുള്ളൂ. ഇന്ന് കൃഷ്ണൻ വരണ ദിവസമല്ലേ, ഇന്ന് ഞാൻ വിൽക്കില്ല. ഇതുവരെ കൃഷ്ണൻ്റെ ഭഗവാന്റെ പേരും പറഞ്ഞ് ഞാൻ മാല ഉണ്ടാക്കി വിറ്റ് ഉപജീവനം നടത്തി. ഇന്നത്തെ മാലയും ചെണ്ടും പൂവൊക്കെ ഭഗവാനുള്ളതാ എന്ന് പറഞ്ഞ് അതൊക്കെ അവിടെ അങ്ങനെ തളിച്ച് വെച്ചേക്കുക. അപ്പോൾ വൈകുന്നേരം ഏതാണ്ട് ഒരു 3-4 മണിയായി, വെയിലൊക്കെ അറിയിട്ടാണ് ഭഗവാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോഴേക്ക് ആ പൂവൊക്കെ അങ്ങനെ വിരിഞ്ഞ് അതിൻ്റെ സുഗന്ധം ഭഗവാനെ വരവേറ്റു. അവൻ്റെ ആ ചെറിയ ഗൃഹത്തിലേക്ക് ഭഗവാൻ കൂട്ടുകാരോടുകൂടി ഏട്ടനോടുകൂടി പ്രവേശിച്ചില്ലേ. എന്താ അവൻ്റെ ഒരു സൗഭാഗ്യം! നിർഘണ്ട നമസ്കാരം ചെയ്യണോ, ഭഗവാനെ പാദപൂജ ചെയ്യണോ, ഭഗവാനെ സ്തുതിക്കണോ. ആ മാലകളൊക്കെ ശ്രീകൃഷ്ണൻ്റെയും രാമൻ്റെയും കഴുത്തിൽ അണിയിക്കണോ, ബാക്കിയുള്ളത് കൂട്ടുകാർക്ക് കൊടുക്കണം അണിയിക്കണോ, ചെണ്ടുകളൊക്കെ വിതരണം ചെയ്യണോ. എല്ലാ മാലകളും ചെണ്ടുകളൊക്കെ ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാർക്കും കൊടുത്ത് കൃതാർത്ഥനായവൻ സന്തോഷമായി. എന്താ അവന് വരം വേണ്ടത് നോക്കുമ്പോൾ അവന് ഒരു വരം ആവശ്യമില്ല. ഭഗവാന് അവന് വരൊന്നും ആവശ്യമില്ല.
അവനാകെ വേണ്ടത് ഭഗവാനിൽ നിശ്ചലമായ ഭക്തി ഉണ്ടാവണം, അചഞ്ചലമായ ഭഗവത് ഭക്തി ഉണ്ടാവണം, ഭഗവത് ഭക്തന്മാരോട് സ്നേഹം ഉണ്ടാവും, മൈത്രി ഉണ്ടാവണം, സകല ജീവജാലങ്ങളിലും ദയുണ്ടാവണം എന്നാവും പ്രാർത്ഥിച്ചത്. ഇതിനെന്നെ അനുഗ്രഹിക്കണമെന്ന്. ഇതൊക്കെ നമ്മളും പ്രാർത്ഥിക്കേണ്ടതേ. ഭഗവാനിൽ പരമപ്രേമം, ഭഗവത് ഭക്തന്മാരോട് മൈത്രി, സർവഭൂത ദയ. ഇതാണ് ഭഗവാനെ വശീകരിക്കാനുള്ള മാർഗം. ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറിയാണ്. അതുകൊണ്ടൊന്നും ഭഗവാൻ സന്തോഷിക്കാൻ പോണില്ല. അതുകൊണ്ട് സന്തോഷമായി, അവനെ അനുഗ്രഹിച്ചു. പിന്നെയോ ഭഗവാൻ അവിടുന്ന് മുന്നോട്ട് പോവാം. ആ സമയത്ത് ഒരു മുക്കൂനി, 3 വളവുണ്ട് ഒരു സ്ത്രീക്ക്. മുക്കൂനി എന്നാണ് അവളെ വിളിക്കുക, ത്രിവക്ര എന്ന്. അപ്പോൾ 3 വളവുള്ളവർക്ക് നേരെ നടക്കാൻ പറ്റുമോ? അങ്ങനെ ചാടി 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 നടക്കണേ. അവളിങ്ങോട്ട് അടുത്ത് വരുമ്പോൾ തന്നെ അവളുടെ കയ്യിൽ ഒരു അളക്കുണ്ട്, അതിൽ നല്ല എന്തോ കളഭറ്റിയാണ്, നല്ല സുഗന്ധം ഇങ്ങനെ പഠിക്കുന്നുണ്ട്. അടുത്തെത്തിയപ്പോൾ ഭഗവാനൊരു കുസൃതി ചോദ്യം, ഹേ സുന്ദരി, നീ ആരാ? എന്താ നിൻ്റെ കയ്യിൽ? നല്ല വാസനയുണ്ടല്ലോ. ലോകൈക സുന്ദരനാണ് ഈ കൃഷ്ണൻ. ഈ കൃഷ്ണൻ്റെ മുമ്പിൽ ഈ മുക്കൂനി വലതുമുണ്ടോ? എന്നിട്ട് ആ സുന്ദരൻ ഈ വിരൂപിയായ തന്നെ സുന്ദരി എന്ന് വിളിക്കുക. ജീവിതകാലം മുഴുവൻ ഓർമ്മ വെച്ച നാൾ മുതൽ മുക്കൂനി 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 എന്ന് കേട്ട് കാത് തഴമ്പിച്ചിരിക്കുക അവളുടെ. അപ്പോഴാണ് ഈ ഭഗവാന്റെ മുഖത്തുനിന്ന് സുന്ദരി എന്നുള്ള വിളി. അവൾക്ക് നാണായി എത്രേ. അവൾ ആകെ ലജ്ജിച്ചു. പറഞ്ഞു, സുന്ദര, ഞാൻ കംസന് ഏറ്റവും പ്രിയപ്പെട്ട തോഴിയാണ്. ചന്ദന അരച്ച് കളഭമൊക്കെ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കല എൻ്റെ പണി. എൻ്റെ കളഭം വളരെ വിശേഷമാണ്, മഹാരാജാവിന് വലിയ ഇഷ്ടമാണ്. അതെയോ? എന്നാൽ കുറച്ച് ഞങ്ങൾക്ക് തരുമോ? നിങ്ങൾക്ക് തരുമെന്നോ? നിങ്ങൾക്കല്ലാതെ പിന്നെ ആർക്കാ തരിക? നിങ്ങളല്ലേ ഇതിന് അർഹരെന്ന് പറഞ്ഞ പാത്രത്തോടെ ഭഗവാൻ അങ്ങോട്ട് കൊടുത്തു. ഭഗവാൻ ആ കളഭം കുറച്ചെടുത്ത് മേലൊക്കെ അണിഞ്ഞു, കയ്യിലും കളഞ്ഞു, ഏട്ടന് കൊടുത്തു. ബാക്കി പ്രസാദമായിട്ട് കൂട്ടുകാർക്കൊക്കെ കൊടുത്തു. എല്ലാവരും മാലകൾ, ഡ്രസ്സ്, പുതിയ ഡ്രസ്സ്, അലങ്കാരങ്ങൾ, കളഭൊക്കെ അണിഞ്ഞ് അങ്ങനെ ചന്തക്കുട്ടന്മാരായി. അപ്പോൾ ഭഗവാൻ നമ്മളൊക്കെ വേണമെങ്കിൽ ഒരാളെ കൂനിയെ സുന്ദരി എന്ന് വിളിച്ചാൽ അവമാനിക്കല്ലേ, കളിയാക്കല്ലേ? അല്ലേ? തടിമാടനെ കണ്ട് ആന വരുന്നു എന്ന് പറഞ്ഞാൽ അത് കളിയാക്കലല്ലേ? നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നു വരും. ഭഗവാൻ അങ്ങനെ ചെയ്യോ? ഇല്ല. ഭഗവാൻ എന്തെങ്കിലും കാണാതെ ആ കൂനിയെ സുന്ദരി എന്ന് വിളിക്കുമോ? ഭഗവാൻ എന്തെങ്കിലും കാണണ്ടാവും. ഭഗവാൻ നോക്കിയപ്പോൾ അവളുടെ ശരീരത്തിനേ വളവുള്ളൂ, മനസ്സ് ഋജുവാ, സ്ട്രെയിറ്റാ. നമ്മുടെ വരുടെ മനസ്സ് എത്ര വളവാന്ന് പറയുക, ക്രുക്കറ്റ് മൈൻഡ്. മനസ്സിലായോ? ശരീരമൊക്കെ നല്ല ഡീസൻ്റായിട്ട് സുന്ദര കുട്ടപ്പിമാരും കുട്ടപ്പന്മാരും ഒക്കെ ആയിരിക്കും. പക്ഷെ ഭഗവാൻ ഈ ബാഹ്യ സൗന്ദര്യത്തിൽ ഭ്രമിക്കുന്നവനല്ല. നമ്മളാണ് ഈ ശരീരത്തിൻ്റെ ബാഹ്യ സൗന്ദര്യത്തിൽ ഭ്രമിക്കുക. ഭഗവാൻ നോക്കുക മനസ്സിൻ്റെ സൗന്ദര്യമാണ്, ആ ഭക്തിയാണ്, ആ പ്രേമമാണ്. മനസ്സിലായോ? ആ ആർജവമാണ് നൃത്തം. അപ്പോൾ ഭഗവാൻ അവളുടെ ആ അന്തരഭാവം കണ്ടിട്ടാണ് സുന്ദരി എന്ന് വിളിച്ചത്. ഭഗവാൻ വിളിച്ച പോലെ അവളെ സുന്ദരിയാക്കാൻ തീരുമാനിച്ചു. ഭഗവാൻ എന്ത് ചെയ്തു? കളവൊക്കെ തൊട്ടതിന് ശേഷം അവളെ കാൽപ്പത്തിയിൽ ചവിട്ടി എന്നുകൊണ്ട് കൈ രണ്ടും മേലോട്ട് ഒരു വലിയും താടിയൊരു തട്ടും മേലോട്ട്. അതോടെ അവളുടെ 3 വളവും പോയി, അവൾ സുന്ദരിയായി മാറി. എന്താ മിറാക്കിൾ! ആൾക്കാരെപ്പോഴേക്കും പറയാ, എന്താ കൃഷ്ണൻ ചെയ്ത് തെരുവീതിയിലേ, ആ രാജവീതിയിൽ നടന്ന അത്ഭുതം. അപ്പോഴേക്കും അവൾക്ക് ഭഗവാൻ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും അവൾക്ക് ലജ്ജ തോന്നി. ഭഗവാനിൽ വലിയ പ്രേമം വന്നു. ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, അവിടെ നിന്ന് എൻ്റെ ഗൃഹത്തിൽ വന്ന് എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. ഇതൊക്കെ വരാം, പിന്നീട് വരാം എന്ന് പറഞ്ഞു. അതിന് മുന്നോട്ട് പോവാം. എവിടെയാ? അവിടെ വലിയ യാഗം ഉണ്ട്. എന്താണ്? ധനുർയാഗം എന്നാണ് പേരിട്ടത്. ധനുസ് എന്ന് വെച്ചാൽ വില്ല്. വലിയ വില്ല് വെച്ച് പൂജിക്കുക. ആ വില്ല് വെച്ച് പൂജിക്കണ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടേക്ക് ചെന്നു. വലിയൊരു കരിമ്പനയുടെയൊക്കെ വലിപ്പമുണ്ട് അത്ര ആ വില്ലിനെ. അതിനെ സംരക്ഷിക്കാൻ ഒരുപാട് ഭടന്മാരുണ്ട്. അവിടേക്ക് കയറാൻ പോയ സമയത്ത് അവരൊക്കെ കൂടി തടഞ്ഞു. കടക്കാൻ പാടില്ല, പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷകന്മാർ കാത്തു. പക്ഷേ ഭഗവാൻ അവരെ ആരെയും കൂസാക്കിയില്ല. വയ്ക്കാതെ നേരെ അങ്ങോട്ട് ചെന്നു. ഇത്ര ബലമുള്ളതായ ആ വില്ല് ആനയ്ക്ക് ഒരു കരിമ്പ് ഓടിക്കാൻ വല്ല വിഷമമുണ്ടോ? അതുപോലെ ലീലയായിട്ട് കളിയായിട്ട് ആ വില്ലങ്ങോട്ട് എടുത്തു. അതങ്ങോട്ട് രണ്ടാക്കിയിട്ട് അങ്ങോട്ട് ഒടിച്ചു. ആ ഒടിക്കണ ശബ്ദം 8 ദിക്കും പൊട്ടുമാറ് ഭയങ്കരമായ ശബ്ദം ഉണ്ടാക്കി. അരമനയിലിരുന്ന കംസൻ്റെ കാതിൽ കേട്ടു. കംസൻ പാതി മരിച്ചു ആ ശബ്ദം കേട്ടതോടുകൂടി. കംസൻ്റെ ഉള്ളിൽ അങ്ങനെ മരണഭയം കൊണ്ട് ആർത്തനായി. അപ്പോഴേക്കും ഈ ഭൃത്യന്മാർ വിവരമൊക്കെ അറിയിക്കുന്നുണ്ടല്ലോ, ശത്രു അങ്ങ് ദൂരെ ഇരുന്നാൽ മതിയായിരുന്നു, ഇവിടെ സമാധാനമായി താൻ ജീവിച്ചായിരുന്നു. ഈ നാരദൻ്റെ വാക്ക് കേട്ടിട്ട് ഈ അബദ്ധം ചെയ്ത് ശത്രുവിനെ ഇവിടെ കൊണ്ടുവന്ന് കണ്ടില്ലേ? ഇവിടെ ഇത്രയും വലിയ ശക്തിയുള്ള വില്ല് പൊട്ടിച്ചില്ലേ? അപ്പോഴേക്കും പട്ടാളക്കാർ, അപ്പോഴേക്കും കുറേ സൈന്യങ്ങളെയൊക്കെ അയച്ചു കംസൻ. അവരൊക്കെ ഏട്ടന് ഒരു വില്ലിൻ്റെ ഒടിഞ്ഞ ഒരു കഷം കൊടുത്തു, ഒരു കഷം അനിയനും, രാമനും കൃഷ്ണനും കൂടി. നേരിട്ട് വന്ന പട്ടാളക്കാർ സൈന്യങ്ങളെ മുഴുവൻ അടിച്ചു കൊന്നു. അതിനുശേഷം അപ്പോഴേക്കും പുറത്തേക്ക് വന്നു. പിന്നെ പട്ടണത്തിൽ പല കാഴ്ചകളും കണ്ടു നടന്നു. അപ്പോഴേക്കും സന്ധ്യയായി. അച്ഛനമ്മമാരൊക്കെ തിരക്കൂലോ,
ബന്ധുജനങ്ങളൊക്കെ തിരക്കൂലോ എന്നിച്ചിട്ട് വേഗം അവിടേക്ക് തിരിച്ചു വന്നു. വരൂ നേരത്തെ ആഹാരമൊക്കെ കഴിച്ച് കിടന്നുറങ്ങും. ആ രാജാവിനെ മല്ലരംഗത്ത് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ പോകണ്ടേ എന്നൊക്കെ അച്ഛൻ നന്ദഗോപര് എല്ലാവരും ആഹാരമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അന്ന് രാത്രി കംസനെ ഉറക്കം വരണില്ല അത്രേ. കംസൻ എപ്പോഴും ഹരി പേടിച്ചിട്ടാണ്, ഹരിസ്മരണയല്ലേ. എന്താ അവൻ ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണുന്നു, ഉറങ്ങുമ്പോൾ കണ്ണടക്കി സ്വപ്നം കാണുന്നതും മരണസൂചകങ്ങളായ ദുശകനങ്ങളാണ്. എന്താ കംസൻ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് തൻ്റെ പ്രതിബിംബത്തിൽ തല കാണാനില്ല, ശിരസില്ലാതെ തൻ്റെ ശരീരം. തന്നെ കഴുതപ്പുറത്ത് തെക്കോട്ട് കൊണ്ടുപോകണവനെ കാണുക, തൻ്റെ നിഴലിൽ സുഷിരങ്ങൾ കാണുക, ചാണകം തേച്ച് നിർത്തിക്കണ കാണുക, എണ്ണ തേച്ച് നിർത്തിക്കണ കാണുക, നഗ്നനായി നടക്കുന്നത് കാണുക. ഇങ്ങനെ പലത്. ചില പ്രേതങ്ങളൊക്കെ വന്ന് തന്നെ ആലിംഗനം ചെയ്യണ പോലെ തോന്നുക. ചെമ്പരത്തിമാല അണിഞ്ഞ് തന്നെ സഞ്ചരിപ്പിക്കൊണ്ടോണായിട്ട് കാണുക. തന്നെ വിഷം തീറ്റണതായിട്ട് കാണുക. എന്തൊക്കെയോ വിഭ്രാന്തി പരിഭ്രാന്തി. ഇങ്ങനെയൊക്കെ കംസൻ കണ്ടിട്ട് കംസൻ ആകപ്പാടെ ഭയമായി, ഉറങ്ങാൻ പറ്റില്ല. വിളിച്ചു ആനക്കാരനെ. ആനക്കാര രാമകൃഷ്ണന്മാരെ കൊല്ലിക്കാനാവില്ലേ? അവൻ പറയാ, മഹാരാജാവ് എന്താ പറയണത്? 10,000 ആനയുടെ ശക്തികളെ കുവലയാബിയുടെ ഈ 10-12 വയസ്സായ പിള്ളേരെവിടെ? അവരെ കൊല്ലാൻ വല്ല പ്രയാസമുണ്ടോ? പേടിക്കണ്ട പറഞ്ഞു. അവൻ പോയി. ഈ ദുഷ്കൃതങ്ങൾ ചെയ്താൽ, അധർമ്മവും ദുഷ്പ്രവൃത്തിയും ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റായിട്ട് ലോകത്തിലൊക്കെ എല്ലാവരെയും ചവിട്ടി മരിച്ചു, എല്ലാവരുടെയും മേലെ ഞങ്ങൾ വിജയിച്ചു, വിജയക്കൊടി പാറിച്ചു എന്നൊക്കെ ഭൗതികമായി തോന്നും. പക്ഷെ അവരുടെ മനസ്സിന് ഒരിക്കലും സ്വസ്ഥതയുണ്ടാവില്ല, ഭയം വിട്ടുമാറില്ല. ഇത് ദുര്യോധനൻ്റെ കഥ കാണാം, ഇത് കംസൻ്റെ ജീവിതം എടുത്ത് നോക്കിയാൽ കാണാം. ഇതാണ് അന്നുള്ള കംസന്മാരുടെയും ദുര്യോധനന്മാരുടെയും ഇന്നുള്ള ദുര്യോധനന്മാരുടെയും കംസന്മാരുടെയും എന്നും ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പോകുന്ന കംസന്മാരുടെയും ദുര്യോധനന്മാരുടെയും അവസ്ഥ. മനസ്സിലായോ? ഞാനായാലും ശരി, നിങ്ങളായാലും ശരി, ധർമ്മവും സത്യവും ഈശ്വരനും ഒക്കെ തുണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരൊക്കെ എതിർത്താലും ഉള്ളു കൂളായിട്ടിരിക്കും, ശാന്തമായിട്ടിരിക്കും, ഒന്നും ഭയം ഉണ്ടാവില്ല. ഇല്ലെങ്കിലോ ലോകം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മളെ പിന്താങ്ങുണ്ടാവും. പക്ഷേ സ്വന്തം മനസ്സാക്ഷി തന്നെ സദാ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? ധൈര്യം നഷ്ടപ്പെടും, തൻ്റെ ഇടം പോകും, ആത്മവിശ്വാസം നഷ്ടപ്പെടും, പേടിയാവും. ഇതാണ് ദുഷ്കൃതങ്ങൾ ചെയ്താൽ, അധർമ്മങ്ങൾ ചെയ്താൽ ഉണ്ടാകുന്ന ഫലമെന്ന് ഈ കഥകളിലൂടെ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുക. എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഉള്ളിലിങ്ങനെ പേടിച്ച് വിറച്ച് ജീവിക്കണ ജീവിതമാ ആണോ? ഇതാണ് ചിന്തിക്കേണ്ടത്. സന്തതം ശാന്തിയെ കാമസുരഭികൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ, സന്താപമെന്നാൽ ഒരു ജാതിയും വരാന്ന് ശ്രീരാമസ്വാമിയുടെ ഉപദേശം. ശാന്തിയാവുന്നു ഏറ്റവും വലിയ സമ്പത്ത്, ധനം. ഈ ലോകം മുഴുവൻ ഞാൻ വെട്ടിപ്പിടിച്ചു, ശാന്തിയില്ല, എന്താ കാര്യം? അല്ലേ? നിങ്ങൾ എന്തിനെ വാല്യൂ ചെയ്യണത്? ഡു വാട്ട് യു വാല്യൂ വാട്ട് യു ഡു എന്നാണ് മഹാത്മാക്കൾ പറയണേ. മനസ്സിലായോ? നിങ്ങൾ എന്തിന് മൂല്യം കൽപ്പിക്കണോ അത് ചെയ്യൂ, എന്ത് ചെയ്യുന്നുവോ അതിന് മൂല്യം കൽപ്പിക്കൂ. പക്ഷേ നമ്മളെ പലപ്പോഴും എന്താ ചെയ്യണേ? വി ഡു സംതിങ് ആൻഡ് വാല്യൂ സംതിങ് എൽസ്. അല്ലേ? അങ്ങനെ പാടില്ല എന്നർത്ഥം. കംസൻ സമാധാനമില്ല, ശാന്തിയില്ല. ആനക്കാരൻ പോയി കഴിഞ്ഞ സമയത്ത് മുഷ്ടികനെയും ചാണൂരിനെ വിളിച്ചു. കുറേ ആൾക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്, മല്ലന്മാരെ, റസലേഴ്സ്. ചാണൂര, മുഷ്ടിക, ഏതെങ്കിലും കാരണവശാൽ ആനയ്ക്ക് ആ പിള്ളേരെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഗുസ്തിയിലൂടെ അവരെ കൊല്ലൂലേ? മഹാരാജാവ് എന്താ പറയണത്? ഈ പിള്ളേർ 10-12 വയസ്സായ പിള്ളേർ, അത് ആട്ടിടം പിള്ളേരുടെ ഇടച്ചെറുക്കന്മാർ, അവരെന്ത് കാട്ടാനാണ് ഞങ്ങളുടെ മുമ്പിൽ? അങ്ങക്ക് ഞങ്ങളിതാ ധൈര്യം ഉറപ്പ് തരണു, ഞങ്ങൾ ജീവനോടെ ഇരിക്കും കാലത്തോളം അങ്ങക്ക് ഒരു ആപത്തും ഉണ്ടാവില്ല എന്ന്. അത് ശരിയാ. മുഷ്ടികനെയും ചാണൂരിനെയൊക്കെ കൊന്നതിന് ശേഷമാണ് കംസനെ കൊന്നത് കൃഷ്ണനെ. എന്തായാലും ആരൊക്കെ ആശ്വസിപ്പിട്ടു, ആശ്വാസമാവണില്ല. അങ്ങനെ ഉറങ്ങാണ്ടൊരു വിധം മിനുമിനെന്ന് വെളുപ്പിച്ചപ്പോഴേക്കും ഭൃത്യന്മാരെ വിളിച്ചു, മല്ലയുദ്ധം നടത്താനുള്ള കൽപ്പന കൊടുത്തു. അപ്പോഴേക്കും വാദ്യഘോഷങ്ങളൊക്കെ കൊട്ടാൻ തുടങ്ങി. ആൾക്കാർ ആ കൊട്ടുഘോഷം കേട്ട് എല്ലാവരും, ക്ഷണിക്കപ്പെട്ട അതിഥികളുണ്ട്, രാജാക്കന്മാരുണ്ട്, നാട്ടുകാരുണ്ട്, എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് വേണം ഈ രാജശത്രുവിനെ ഇടിച്ചു കൊല്ലാൻ. അതാണ് കംസൻ്റെ ഉദ്ദേശം. എന്നിട്ട് താൻ കേമനാവണം. നന്ദഗോപാദികളൊക്കെ നേരത്തെ വന്ന് മഹാരാജാവിന് കൊണ്ടുവന്നുണ്ട് പല സിനിമൽ കാഴ്ചകൾ. അതൊക്കെ കൊടുത്ത് അവിടെ ഇരുന്നു. ഉയർന്ന രാജാക്കന്മാരാൽ ചുറ്റി ഉയർന്നൊരു മഞ്ചത്തിൽ കംസൻ മന്ത്രിമാരോടുകൂടി, ക്ഷണിക്കപ്പെട്ട അതിഥികൾ, രാജാക്കന്മാർ, എല്ലാവരും ഗാലറികൾ വന്ന് നിറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും വന്നേക്കണത് കൃഷ്ണനെ കാണാനാ, അല്ലാണ്ട് മല്ലയുദ്ധമൊന്നും കാണാനല്ലേ.
എന്താ കൃഷ്ണനെ കാണാത്ത എല്ലാവരും ആശ്ചര്യത്തോടു കൂടി കൃഷ്ണനെയും രാമനെയും കാണാനില്ലേ, ബാക്കി എല്ലാവരും വന്നു. ആ മല്ലരംഗദ്വാരത്തിലേക്ക്, ആ എൻട്രൻസിലേക്ക് നോക്കുക, എവിടെയാണ്. അപ്പതാ രാമകൃഷ്ണന്മാർ കൂട്ടുകാരോടുകൂടി പതുക്കനെ പുറപ്പെട്ടു എന്ന് മാത്രമല്ല, അവരാ ഗോപുരദ്വാരത്തെത്തിയപ്പോഴേ ആനക്കാരൻ ആ ആനയെ കൊണ്ട് വഴി കടക്കാൻ പറ്റാതെ ഇങ്ങനെ വിലങ്ങനെ നിർത്തി. ആനയൊക്കെ ഒരു സൈഡിലല്ലേ നിർത്തണ്ടേ, ആനയെ കൊണ്ട് ഗേറ്റിൽ ഇങ്ങനെ വിലങ്ങനെ കൊണ്ട് നിർത്തി അങ്ങനെ അകത്തേക്ക് ആൾക്കാർ പോവാം. കൃഷ്ണൻ പറഞ്ഞു, അമ്പഷ്ട മാർഗന്നോ, ആനക്കാരാ ഇങ്ങനെയാണ് ആനയെ കൊണ്ട് നിർത്തുക, മര്യാദയ്ക്ക് വഴി തന്നോളൂ. ഇല്ലെങ്കിൽ നിന്നെയും നിൻ്റെ ആനയും ഞാൻ ഇപ്പം തെക്കോട്ട് അയക്കുന്നു, അന്തകൻ്റെ അടുത്തേക്ക് അയക്കുന്നു. ഇത് കേൾക്കാൻ കാത്തിരിക്കുക. കുന്തം കൊണ്ട് കുത്തി ആനയെ കോപിപ്പിച്ച് കൃഷ്ണൻ്റെ നേരെ ഇളക്കി വിട്ടു. ഭഗവാനോ ഗരുഡൻ പാമ്പിനെ പിടിച്ച് വലിക്കണ മാതിരി ഈ ആനയുടെ വാലുമ പിടിച്ചുകൊണ്ട് മുന്നോട്ട് വലിച്ചു കൊണ്ടുപോവുക. എന്നിട്ട് ഇടത്തോട്ട് കിടക്കുക, വലത്തോട്ടാക്കുക, വട്ടം കിടക്കുക, എന്നിട്ട് ആനയെ വിടുക. ആനയ്ക്ക് ആകെ കോപം വന്നു. മസ്തകം തുമ്പി കൊണ്ട് പിടിച്ച് വലിച്ചെറിയാൻ നോക്കി. ഉടനെ ആവാൻ വന്ന മസ്തകത്തിലൊരടി. അപ്പളയ്ക്കും കാലിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ചു. പിന്നെ എന്താ, രാമനും കൃഷ്ണനും ആ ആനയും കൂടി ഭയങ്കര രസമാണ്. കോപം പൂണ്ട ആന വട്ടം തിരിഞ്ഞ് കൃഷ്ണനെ പിടിക്കാൻ നോക്കുക. കൃഷ്ണൻ മുമ്പിൽ പോയി ചാടി. ആ കൃഷ്ണൻ ദേഷ്യം കൊണ്ട് ഓടി വന്ന ഒരൊറ്റ കുത്ത്. പക്ഷേ കൊണ്ടത് കൃഷ്ണൻ്റെ മേലല്ല, കൊമ്പ് രണ്ടും ഭൂമിയിൽ അങ്ങോട്ട് താണുപോയി ആനയുടെ. കൃഷ്ണൻ ഇങ്ങനെ ഒതുങ്ങി രണ്ട് കൊമ്പിൻ്റെ ഇടയിൽ. കൃഷ്ണൻ വേഗം കൊങ്കുമ പിടിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ടാഞ്ഞ് എഴുന്നേറ്റിട്ടോ കാലുകൊണ്ട് മസ്തകത്തിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് രണ്ട് കൈ കൊണ്ട് ആ കൊമ്പ് ഇങ്ങനെ ഇളക്കിയെടുത്തു. എന്നിട്ടോ ഒരൊറ്റടി ആനയ്ക്കും ഒരടി ആനക്കാരനും. രണ്ടുപേരുടെയും കഥ കഴിച്ചു. 12 വയസ്സായ കൃഷ്ണൻ കൊന്നത് 10,000 ആനയുടെ ശക്തിയുള്ള കുവലയാപിടത്തെ. അപ്പോഴേക്കും വേർത്ത് കുളിക്കുന്ന മുഖം ഭഗവാന്റെ ശരീരമൊക്കെ, ആ രക്തമൊക്കെ ആന കൊന്നിട്ട് ആ രക്തമൊക്കെ മേലൊക്കെ ഇങ്ങനെ അഭിഷേകമായി തെറിച്ചുണ്ട്. ഒരു കൊമ്പ് ആനക്കൊമ്പ് ഏട്ടൻ, ഒരു കൊമ്പ് ആനക്കൊമ്പൻ അനിയൻ തോളത്ത് വെച്ചുകൊണ്ട് ആ മല്ലരംഗത്തേക്ക് അങ്ങോട്ട് വരിക. മല്ലരംഗത്തേക്ക് കൃഷ്ണൻ അങ്ങോട്ട് കയറി വന്ന സമയത്ത് ആ കൃഷ്ണനെ അവിടെ കൂടിയിരുന്നവർ ഒരുപോലെയല്ല കണ്ടത്, അവരവരുടെ മനോഭാവം അനുസരിച്ച് കണ്ടു. മല്ലാനാമശനീ നൃണാം നരവരഃ സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ ഗോപാനാം സ്വജനോ അസദാം ക്ഷിതിപൂജാം ശാസ്ത സ്വപിത്രോ ശിശുഃ മൃത്യുർഭോജപതേ വിരാടവിദുഷാം തത്വം പരം യോഗിനാം വൃഷ്ണീനാം പരദേവതേതി വിദിതോ രംഗംഗതസാഗ്രജഃ. ഓരോരുത്തരും കൃഷ്ണനെ എങ്ങനെ കണ്ടു എന്നാ ഇവിടെ പറയണത്. മല്ലന്മാർക്ക് ഇടുത്തി വീണമാരി വജ്രായുധമായിട്ട് തോന്നിയത്രേ. സ്ത്രീകൾക്കോ കാമദേവൻ വരണമെന്ന് തോന്നി. ദുഷ്ടന്മാരായ രാജാക്കന്മാർ ഞങ്ങളെ അടക്കി നിർത്താനുള്ള ശാസകനായി തോന്നി. ഗോപന്മാർക്ക് ഞങ്ങളുടെ കൂട്ടുകാരൻ കൃഷ്ണൻ വരണമെന്ന് തോന്നി.